ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നാരഞ്ച് മീൻ അച്ചാറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കിലോ നാരഞ്ച് മീൻ എടുത്തിട്ടുണ്ട്. ഇത് പച്ചപ്പണിക്ക് പോയപ്പോൾ കിട്ടിയിട്ടുള്ള ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അതിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഒരു ചെറിയ പിടി വെളുത്തുള്ളി, കുറച്ച് വേപ്പില, 8 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി, പിന്നെ കട്ടക്കായം. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നന്നാക്കി എടുത്തപ്പോഴേക്കും ഏകദേശം 1 കിലോത്തോളമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ടെടുക്കണം. അപ്പോൾ ചെമ്മീനത്തിന് ആവശ്യമുള്ള ഉപ്പ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ കുരുമുളക്, ആവശ്യത്തിന് കുറച്ച് വേപ്പില. കാരണം വറുക്കുമ്പോഴേക്കും ആ ഒരു വേപ്പിലയുടെയൊക്കെ ഫ്ലേവർ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചെമ്മീൻ. അപ്പോൾ അതുകൊണ്ടാണ് വേപ്പിലയും ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഇത് ചെയ്തപ്പോഴേക്കും കുറച്ച് കളർ നമുക്ക് കുറവായിട്ടാണ് തോന്നിയത്. അപ്പോൾ കുറച്ചും കൂടി കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കാശ്മീരി ഇട്ടയിൽ 1 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മച്ചി നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി സാധനങ്ങൾ നോക്കാം. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളകൊക്കെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നേരെ പാൻ ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് ചെമ്മീൻ വറുക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ പകുതി ചെമ്മീൻ വറുക്കാനായിട്ട് വിട്ടുകൊടുത്തു. ഇനി ആ ചെമ്മീൻ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ശരിക്കും മുരിഞ്ഞ് കിട്ടും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതേപോലെ ഒരു സൈഡ് മുരിയുമ്പോഴേക്കും നമുക്ക് അപ്പുറത്തെ സൈഡ് ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കണം. അപ്പോൾ 2 സൈഡ് നല്ല രീതിക്ക് ക്രിസ്പായിട്ട് കിട്ടും. അങ്ങനെ ആദ്യം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ള ചെമ്മീൻ നല്ലപോലെ മുരിഞ്ഞ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി അവസാനത്തെ സെറ്റ് ഇവിടെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം വറുത്ത് കോരിയിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെയും കൂടി ഒന്ന് നല്ലപോലെ മൊരിയാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു വെളിച്ചെണ്ണയൊക്കെ കുറഞ്ഞ് ശരിക്കും ഒരു ഗ്രേവി പോലെയായിട്ട് കിട്ടും. നമ്മൾ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം വറുത്ത് കിട്ടും. പക്ഷേ പിന്നെ വെളിച്ചെണ്ണ വേസ്റ്റ് ആവണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയിലിട്ടാണ് ഇതേപോലെ തിരിച്ച് മറിച്ചിട്ട് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ അവസാനത്തെ ആ ഒരു ഇതും ആദ്യം നമ്മൾ വറുത്ത് കോരി ചെമ്മീനും കൂടി ഇട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പിന്നെ പാൻ കഴുകിക്കൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും പൊട്ടിച്ച് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്, സ്വിമ്മിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ മാറ്റിച്ചിട്ടുള്ള ആ ഒരു വേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഇവിടെ നല്ലപോലെ മരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ടിട്ടുള്ളത്. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല, പകരം കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ഞാനിതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി നമ്മൾ ഇട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അച്ചാറിന് എത്രത്തോളം പുളി ആവശ്യമുണ്ട് അതനുസരിച്ച് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ പുളി ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള ഉപ്പ് എന്തായാലും കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോഴേ ആ ഒരു പുളിയും ഇതൊക്കെ ബാലൻസ് ആവുള്ളൂ. അത് മാത്രമല്ല ഇതിലേക്ക് നമ്മൾ കായം നേരത്തെ എടുത്തിട്ടുള്ള കായം ഈ സമയത്താണ് ഇട്ട് കൊടുത്തത്. ഞങ്ങൾ നേരത്തെ ഇത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഉലുവ ഇത്തിരി കൂടിയത് കൊണ്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ എല്ലാം നല്ലപോലെ തിളച്ച് വന്നപ്പോഴേക്കും ആ ചെമ്മീനും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചൂടൊക്കെ ആറുമ്പോഴേക്കും എന്തായാലും കഴിച്ചു നോക്കാൻ പറ്റുന്നൊരു പാകത്തിനാണ് ഇരിക്കുന്നത്. ആവശ്യത്തിനുള്ള എരിവും പുളിയും എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ അച്ചാർ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ. എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ടാറ്റാ. പിന്നെ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ, അതായത് അച്ചാർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെയായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി.